ഇസ്രയേലിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 7 മാസത്തോളമായി. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് എന്താണ് ജോലി. ഇതൊരു സിനഗോഗാണ് ഇസ്രയേലിൽ. എഴുതി വച്ചിരിക്കുന്നത് ഡേവിഡ് ഷബ്ബാസി ജൂതപ്പള്ളി, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണിത്. ഈ സ്റ്റെപ്പ് കയറി സിനഗോഗിനകത്തേക്ക് വരുന്നു. അപ്പോൾ ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു. നമ്മളങ്ങ് നന്നായിരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ടൊന്നും അല്ല, നമുക്ക് 8ൻ്റെ പണി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നാലും കുഴപ്പമില്ല, ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇതാണ് സിനഗോഗിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നത് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, കുറേ റെസ്ട്രിക്ഷൻസൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ഇതിനകത്തോട്ട് കയറുമ്പം നമുക്ക് കാണാം, വേണ്ട നമ്മുടെ അപ്പൂപ്പൻ ഉള്ളിയിരുന്ന് തോറ വായിക്കുകയാണ്. തോറ ഇത് ഇവിടെ ഇതിനകത്ത് പുരോഹിതൻ നിന്നുകൊണ്ട് ശബ്ബാത്ത് ദിവസങ്ങളിൽ തോറ വായിക്കുന്ന സ്ഥലമാണ്. ശബ്ബാത്ത് ദിവസം അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ഇവർക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. ആ സമയത്തും ഇവിടെ വന്നിട്ട് അവർ അവരുടെ പുസ്തകം വായിക്കും. നമ്മുടെ പള്ളികളിൽ മദ്ബഹ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംവിധാനം. പിന്നെ ഇതിനകത്താണ് ഇവരുടെ ഒറിജിനൽ തോറ, അതായത് കയ്യെഴുത്ത് പ്രതികൾ വെച്ചിരിക്കുന്നത് ഇതിനകത്താണ്. പിന്നെ ഇവിടെ ഒരുപാട് ഈ ആളുകൾക്ക് ഒത്തിരി പേരോട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതെല്ലാം പെർമനൻറ്റ് സീറ്റാണ്. ഓരോരുത്തർക്ക് എല്ലാ ദിവസവും ഇരിക്കുന്ന സീറ്റാണിത്. അപ്പോൾ അവർ ഇരിക്കുന്ന സീറ്റ്, ആ ആളുകൾ വന്നിട്ട് എല്ലാ ദിവസവും ഒരേ സീറ്റിലാണ് ഇരിക്കുക. അവിടെ ഇരിക്കുക, ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുക, പ്രാർത്ഥിക്കുക, അതൊക്കെ ചെയ്യും. അപ്പോൾ ഈ വായിക്കുന്നിടത്ത് നിങ്ങൾക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലായി. കണ്ടോ, ഇത് ഈ പുസ്തകം വായിക്കാനായിട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഓരോ ഇതായിട്ട് വെക്കാം. ഒന്ന് എത്ര ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇതിനകത്ത് പുസ്തകങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുക, വായിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് ആൻഷ്യൻറ്റ് തോറ. പിന്നെ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇതിനകത്ത്, ഒത്തിരി പുസ്തകങ്ങൾ. ഇവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ നോർമൽ ദിവസങ്ങളിൽ വായിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ അപ്പൂപ്പൻ വരും, ഇങ്ങനെ ഇവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, നമ്മൾ പുള്ളിക്ക് ഒരു കാപ്പി ഇട്ട് കൊടുത്താൽ മതി, പുള്ളി അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വരും. 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ 9 മണി 9:30 ആകുമ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 വരെ ഇവിടെ ഇരുന്ന് അപ്പൂപ്പൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ വീട്ടിൽ പോകും, ഫുഡ് കഴിക്കും. പിന്നെ 2:30 അല്ലെങ്കിൽ 3 മണിക്ക് മുന്നായിട്ട് പിന്നെയും വരും. 3 മണിക്ക് മുന്നായിട്ട് പിന്നെയും വരും. വന്നിട്ട് വീണ്ടും ഇവിടെ ഇരുന്നിങ്ങനെ വായിക്കും. ഒരു 6 മണി വരെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. അത് ആ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന വീട്. റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിനഗോഗ്. ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാനുള്ളതേ. അപ്പോൾ ഞാനും പിന്നെ അമ്മൂമ്മയുണ്ട് കേട്ടോ, വീട്ടിൽ അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ഇതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. വീട്ടിൽ നിന്ന് അപ്പൂപ്പനെ കൂട്ടിക്കൊണ്ട് സിനഗോഗിലേക്ക് വരിക, ഇവിടെ വന്നിരിക്കും. പുള്ളി അവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ജോലി വെച്ചാൽ അപ്പൂപ്പനെ തന്നെത്താനെ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്താൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഉരുണ്ട് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതാണ് നമ്മുടെ ജോലി. ഞാനിവിടെ വന്നിട്ട് ഇതാണ് എൻ്റെ സീറ്റ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും രാവിലെ മുതൽ വൈകിട്ട് വരെ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നതിന് ശേഷം വീണ്ടും വരും. നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ബോറടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിവിടെ ചെറിയൊരു കിച്ചണാണ്.
ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചായ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാം. ഇതിനകത്ത് മറ്റേ ലിപ്റ്റൻ്റെ ഗ്രീൻ ബാഗ്, ചായ, കാപ്പിപ്പൊടി എല്ലാ സംവിധാനമുണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിനകത്ത് ഫുഡ് ഐറ്റം എന്ന് പറയാനായിട്ട് ഇതിനകത്ത് നല്ല ബിസ്ക്കറ്റൊക്കെയാണ്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പല ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് തണുത്ത വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് താഴെ ഒരുപാട് ഡ്രിങ്ക്സ് ഇരിക്കുന്നു. പക്ഷെ ഞാനൊന്നും കഴിക്കാറില്ല. ചുമ്മാ കെമിക്കലല്ലേ, കുടിച്ചിട്ട് കിഡ്നടിച്ച് പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ നാട്ടുകാരിങ്ങനെ ചോദിക്കുന്നത് ഇസ്രയേലിൽ നമുക്ക് എന്താ വിശേഷം എന്ന് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഈ ചാനലിനകത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ഇവിടെ വന്നിരുന്ന് ബോറടിച്ച് ഇരുന്നിരുന്ന് മടുത്ത് ഇതിനകത്ത്. പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ച്. ചാനൽ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളൊക്കെ ആയി. പക്ഷേ ഇതുവരെ ഞാനങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രയേൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി ഇത്തരം ബോറ് അടിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇസ്രയേലിലെ പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസെല്ലാം കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.